നീറ്റിന് പരീക്ഷാ ക്രമക്കേടിന് പിന്നാലെ നിഫ്റ്റ് പ്രവേശന പരീക്ഷാ ഫലത്തിലും പരാതിയുമായി വിദ്യാർത്ഥികൾക്ക് മാർക്കിലും ഹാജർ രേഖകളിലും ബയോമെട്രിക് പരിശോധനകളിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ആരോപണം. വിനിത വിജയങ്ങളും ചേരുന്നു. വിനിത, പതിവ് പോലെ NTA ആരോപണം തള്ളുന്നുണ്ട്. പക്ഷെ ഇതിനൊരു അവസാനമില്ലേ? ഒരു പരീക്ഷ, ഒരു ഗുരുതരമായ ക്രമക്കേട്, അതിന്റെ സുപ്രീം കോടതി അതിൽ വ്യോമസേന ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നു, അതിന്റെ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങൾ കേന്ദ്രസേന നിരക്കുന്നു. ഇത് അടുത്ത പരീക്ഷയിലും ആരോപണം ഉയരുകയാണോ? കഷ്ടമാണ് വിനീത. ഹാഷ്മി, തീർച്ചയായും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആകമാനം അലോസരപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമായിട്ടുള്ള നടപടികൾ തന്നെയാണ് ഈ അടുത്തിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും അത്തരത്തിലേക്കുള്ള ഒരു ആരോപണം തന്നെയാണ് ഉള്ളത്. NTA തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇത്തവണയും ഈ ഉണ്ടായ പാകപ്പിഴവുകളെല്ലാം NTA തള്ളുകയാണ്. അത് 15 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിലേക്ക് പരാതിപ്പെട്ടിരിക്കുന്നതെന്നും ഈ 15 പേരുടെയും പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു എന്നുമാണ് NTA ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. അത് ഈ നീറ്റിന് പിന്നാലെ നിഫ്റ്റ് പ്രവേശന പരീക്ഷയിലാണ് ക്രമക്കേട് നടന്നുവെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം വിദ്യാർത്ഥികൾ ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് അവരുടെ മാർക്കുകളിലും ഒപ്പം തന്നെ ഈ ഹാജർ രേഖകളിലും ബയോമെട്രിക് സംവിധാനത്തിലേക്കും അടക്കം ചില പാകപ്പിഴവുകൾ ഉണ്ടായെന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ ഹാജരാകാത്തവരായി രേഖപ്പെടുത്തിയിരുന്നുവെന്നും സൂചിപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ അവിടെ ഹാജറില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പരാതി എന്ന രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ ഫലപ്രഖ്യാപനത്തിൽ സാങ്കേതിക പിഴവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് NTA ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. പരാതി നൽകിയ 15 പേരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് എന്നും മറ്റ് രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പൊരുത്തക്കേടോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുമാണ് NTA ഈ ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം. ഹഷ്മി, ഓക്കെ. നിഫ്റ്റും നീറ്റല്ല എന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ബയോമെട്രിക്കിലും ഹാജർ രേഖകളൊക്കെ ആകെ പൊരുത്തക്കേടൊക്കെയുണ്ടെന്നാണ് ആരോപിക്കുന്നത്. NTA നിഷേധിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ആവർത്തിച്ച് പരീക്ഷകളിൽ ഇത്തരത്തിലുള്ള പരാതികൾ ഉയരുന്നത് ഒരു പ്രധാനപ്പെട്ട പരീക്ഷാ ഏജൻസി എന്നുള്ള നിലയ്ക്ക് ദേശീയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അത്ര ഗുണകരമാവില്ല. ഇനിയെങ്കിലും അവർ തിരുത്താനും സ്ട്രക്ചറലായ മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അടിയന്തരമായി പോകണം. നാട്ടിലെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് നൽകുന്ന ഈ പറയുന്ന ക്രെഡിബിലിറ്റിയിലാണ് നിലനിൽപ്പ്. നഷ്ടം വരുത്തിക്കൂടാ, അത് വലിയ നഷ്ടമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.